കഴിഞ്ഞൊരു ദിവസം ഞാൻ ഫുള്ളായിട്ട് വീട്ടിലിരുന്നപ്പോൾ നമ്മൾ വളർത്തുന്ന നമ്മളുടെ കോയിനെ എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കറി വെച്ച് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനന്ന് സാധിച്ചില്ല, അന്ന് അതിനെ പിടിക്കാൻ വേണ്ടി കിട്ടിയതുമില്ല. ഇന്നത്തെ ദിവസം നമ്മളുടെ ആ ഒരു കോയിനെ പിടിച്ച് കറി വെക്കുന്നതാണ്. ഹായ് ചേങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കോയിനെ അവിടെ സൈസാക്കിയാലോ. അന്ന് ഞാൻ കുറേ ശ്രമിച്ചു അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേങ്കിൽ നടന്നില്ല. അതുപോലെ തന്നെ പിന്നെ അത് വരാതെ വീട്ടിലേക്ക് ഇങ്ങനെ ആ ഒരു പേടി കാരണമാവാം നമ്മൾ ഓൻ്റെ കൂകലാണ് കേട്ടത്. അപ്പോൾ ഓൻ കൂട്ടിലുണ്ട്, ഓനെ നമ്മൾ കൂട്ടിൽ നിന്ന് എടുക്കുക, കട്ട് ചെയ്യുക. ഇടങ്ങേറാണ് നമ്മൾ വളർത്തുന്ന കോഴി, അതേത് മൃഗമാണെങ്കിലും നമ്മൾ വളർത്തുന്നത് നമ്മൾക്ക് കൊല്ലാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെങ്ങൻ കോഴികൾ അധികം വളർന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റങ്ങളെ നമുക്ക് തിന്നാൻ വേണ്ടി ചിലപ്പോൾ കിട്ടില്ല, ആർക്കാർക്കും ഉപകാരപ്പെടാതെ ചിലപ്പോൾ ഒറ്റ അങ്ങനെ വളർന്ന് എവിടെയൊക്കെ ചത്തുപോകും. അങ്ങനെ സാധാരണ ഉണ്ടാവില്ല, എന്തെങ്കിലും അസുഖം വരുത്തിയാക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളതിനെ വെച്ച് കറി വെക്കുന്നത് നല്ലതാണ്, ഒരു മീഡിയം വലുപ്പമായി കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ചെങ്ങനിപ്പോൾ ഇല്ലെങ്കിലും നമ്മുടെ അയലോക്കത്തൊക്കെ ചെങ്ങന്മാരുണ്ടായതുകൊണ്ട് നമുക്ക് ഇനി നമ്മളുടെ പെട്ടകൾ മുട്ട ഇടാനുള്ള തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ കോയിനെ പിടിക്കാം, വറക്കാം. ശരി, ആര്യ ഇവിടെ ഇല്ല അല്ലേ? ആര് സ്കൂളിൽ പോയി, ആര് സ്കൂളിൽ പോയി, അമ്മ പണിക്കും പോയി. എന്നാ വാ കോയിനെ പിടിക്കാം. അതായത് അവിടെ ക്ലിയർലെസ് സൈഡ്. അതായത് നമ്മൾ അന്ന് ഇവന് നല്ല രീതിയിൽ കളിപ്പിച്ചതാണ്. നല്ലൊരു ചെക്കനാണ് കേട്ടോ, നല്ല പൂവൊക്കെ കണ്ട, നല്ല കൂക്കിട്ട ആള്. അപ്പം അതിനെ നമ്മുടെ വീഡിയോ എടുത്തപ്പോൾ 2 പ്രാവശ്യം കൂക്കിയില്ലേ, ചവിട്ടണുണ്ടാ. നേരത്തെ കൂടെ ഒന്നും എൻ്റെ കോഴി കഷ്ടാക്കല്ലേ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാണ്, മനസ്സിലായോ? അപ്പം ഇത് എന്നെ തിന്നാം, എൻ്റെ കാട്ടം തിന്നാൻ പറ്റില്ല, കാട്ടം മേത്താൻ പറ്റില്ല എന്നുള്ളത്. അതൊന്നും ആലോചിക്കണ്ട. നമുക്ക് നല്ല ഭംഗി കേട്ടോ ആളെ കാണാം. നമ്മളന്ന് വളർത്താൻ വേണ്ടി കൊടുത്തില്ലേ, എനിക്ക് തോന്നുന്നു ഇതിന് കൊടുത്താൽ മതിയെന്ന്. ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്, ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്, മറ്റൊന്നും ഇത്ര ഭംഗി. പിന്നെ ഒരുപാട് പിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാനും പറ്റൂല, കാരണം എന്താ വെച്ചാൽ കോഴിപ്പേനുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ കോഴിപ്പേന് ഇപ്പോഴും ഉണ്ട്, നമ്മൾ മരുന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാണ്. നോക്കാം. അപ്പോൾ ഇന്ന് ഇവനാണ് നമ്മളുടെ താരം. ഇവനാണ് നമ്മൾ ഒന്ന് വെള്ളം കാട്ടിയിട്ട് ഞങ്ങൾ നറുക്കട്ടെ കേട്ടോ. വെള്ളം കാട്ടാൻ കുറച്ച് വെള്ളം കൊടുക്കുക. ഓക്കെ, ഇത് വെള്ളം ചൂടാക്കണ തിളപ്പിക്കുവാണ്. നമ്മൾ ഒഡീഷയിലും അതുപോലെ തന്നെ പിന്നെ നാഗാലാൻഡ് ആ ഒരു ഭാഗം, മേഘാലയൊക്കെ പോയിരുന്ന, നോർത്ത് ഈസ്റ്റിലേക്ക് പോയിരുന്ന ആ ഒരു യാത്രയിൽ നമ്മൾ കണ്ടിരുന്നു കോഴികളെ അവർ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് തുങ്ങൽ പറിക്കുന്നത്. നമ്മളുടെ ചെക്കനാ കിടക്കുന്നിട്ടാ തുങ്ങൽ പറിക്കുന്നത്. അപ്പോൾ എന്നത് ഇറക്കാൻ വേണ്ടി സഹായിച്ചത്, ഇവർക്ക് അതിൻ്റെ കജ്ജും കാലും കൂടി പിടിക്കാൻ വേണ്ടി വയ്യ, അത്രയും പറയണം. അപ്പം പിന്നെ നമ്മളെ അയലോക്കത്തെ കാക്ക വന്നാണ്ടാണ് അറുത്ത് തന്നത്, ഞാൻ പിടിച്ചു കൊടുത്തു, അദ്ദേഹം അറുത്തു. അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തുങ്ങൽ വേഗം പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇവൻ്റെ തുങ്ങലുകളൊക്കെ അങ്ങനെയാണ് നീക്കം ചെയ്യാൻ വേണ്ടി കരുതുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ, ഇല്ലാന്നാണെങ്കിൽ നമ്മളാകുമ്പോൾ കെട്ടി മറിയേണ്ടി വരും. പിന്നെ ഞാനിതുവരെ നാടൻ കോഴിയൊന്നും നന്നാക്കിയിട്ടില്ല, എനിക്കിതുവരെ നന്നാക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ചെക്കന്മാരുടെ കൂട്ടത്തിൽ വെക്കുകയാണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവർ ക്ലീനാക്കും, പിന്നെ വീട്ടിൽ വെക്കണമെങ്കിൽ അമ്മ ക്ലീനാക്കും. പക്ഷെ എന്നാൽ പോലും ഇന്ന് ഞാനത് ക്ലീനാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചിക്കൻ ചിന്നുവാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ വെച്ച് വെറുതെ കൊളാക്കണ്ട. നമ്മുടെ ഇറച്ചി ഇത്ര കണ്ട ഇറച്ചിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഒരു 1-200 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്കുള്ള വലിയ ഉള്ളി, തക്കാളി, മസാലയൊക്കെ അവൾ നേരത്തെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്തരം പരിപാടികളില്ല, ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് വെക്കണത്, അപ്പോൾ അതിൽ വെക്കാം. എന്നാൽ പിന്നെ നോക്കല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുപ്പത്ത് നമ്മളുടെ പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടു പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുന്നുണ്ട്. കണ്ടു പഠിക്കുക എന്നാലും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ ആവലില്ല. എൻ്റെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ പോലെ പറയട്ടാ, ഓവർ പുകഴ്ത്തിയാണ്ടേ. അപ്പോൾ ഞാൻ ക്യാമറമാനാണ്, ഞാൻ ഡയലോഗിൻ്റെ തന്നെ ഡയലോഗൊന്നും ഇവിടെ തരൂലാറുള്ളൂ, ഉണ്ടാക്കി തരാറുള്ളൂ. അപ്പോൾ വിളിച്ചല്ലേ ആവശ്യാനുസരണം എത്രത്തോളം എടുക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ വേണ്ട, നമ്മുടെ ചിക്കൻ അളവെടുത്ത്, നമ്മൾ കുക്കിംഗ് ചാനലല്ല, നമ്മുടെ ഒരു എല്ലാവിധ സംഭവങ്ങളും ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ദിവസം നമ്മൾ കുക്കിംഗ് ചെയ്യും, ചില ദിവസം നമ്മൾ ഫിഷിങ് ചെയ്യും, ചിലപ്പോൾ ട്രാവലിങ്. കേട്ടോ, ഉള്ളി വെട്ടി അരിഞ്ഞ് വെച്ചത്
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ട്രാവലിംഗ് ആവാം, ചിലപ്പോൾ ഞാൻ ഒറ്റക്കായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ക്യാമ്പ് ചെയ്യുന്നതാവാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ചാനലിൽ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ട്രാവലിംഗ് വീഡിയോ മാത്രമേ ചെയ്തിരുന്നത്. അടുത്ത യാത്രക്ക് കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള എൻ്റെ ഓരോ ദിവസത്തെ കലാപരിപാടികളൊക്കെയാണ്. കുറച്ച് ദിവസമായി ഓടാനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാടട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മളപ്പുറത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഇറക്കുന്നുണ്ട് പള്ളിയുടെ. അപ്പോൾ അവിടുന്ന് സൗണ്ട് ഉണ്ടാവും, ദയവേത് ക്ഷമിക്കണം. നമ്മൾ കുത്തിച്ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ മസാലകൾ, അതായത് ഉള്ളി അത്യാവശ്യം വാടി, അപ്പോൾ നമ്മൾ മസാല തട്ടി ഇനി അതും തന്നെ ഒന്ന് വാടിയെടുക്കണം അല്ലേ. തക്കാളി, യെസ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടു. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ പണി നമ്മളുടെ ആ ഒരു ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, ആ കാണുന്ന ബിൽഡിങ്ങിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ വരും. നമ്മൾ ഹാളിൽ വെച്ചാട്ടോ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത്. പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ സൗണ്ടാണ്, അതാണ് ഹാളിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല അത്യാവശ്യം വാടി ഉഷാറായിട്ടുണ്ട്. നമ്മളുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ അതിൽ. അമ്മൻ്റെ വക ഉപദേശങ്ങളും തുളിയൊക്കെ ഉണ്ടാവും, ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും നോക്കാം നമുക്ക്. മുളക് പൊടി ഇന്നത്തെ ഇതെന്തൊക്കെ കൈക്കോട്ടോ, ചെറിയ കൈക്കോട്ട്, അല്ലെങ്കിൽ ചെറിയ കൈക്കോട്ട് നമ്മൾ പാലക്കൊക്കെ വാങ്ങിക്കണം. ആര്യക്കായാലും ഇപ്പം ഉപയോഗിക്കാം. മഞ്ഞപ്പൊടി, പൊടികൾ കേട്ടോ. പൊടികളൊക്കെ പാകത്തിനുണ്ട് എല്ലാവരും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു സാധാ വെപ്പാണ്. സാധാരണ വീട്ടിൽ അവർ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വെപ്പ്, അതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ തന്നെ ഉള്ളൂ. ഞാൻ സാധാരണ കാണിക്കാറ് എൻ്റെ ചിക്കൻ കറിയാണ് ഞാനെങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് യാത്രയിൽ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് വീട്ടിൽ ഇവരെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കും തന്നെ ഒന്ന് പഠിക്കാമല്ലോ. അതുപോലെ തന്നെ അടുത്ത യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ നമുക്കിത് നോക്കേണ്ട ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇപ്പം ഈ ഒരു മസാലയൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഉഷാറായിട്ടുണ്ട്. അടിയിൽ പിടിച്ചോ? കാണുന്ന ഉഷാറുണ്ടാവുള്ളൂ. ചിക്കൻ തട്ടാനുള്ള പരിപാടിയാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ നാടൻ കോഴി, നമ്മൾ വീട്ടിൽ വളർത്തി ഉണ്ടാക്കിയ നമ്മളുടെ കോഴി, അതിനെ കൊന്നു തിന്നുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. ഇത് ഞാനാണ് നന്നാക്കിയത്. വെട്ടുമ്പോഴേ നമ്മുടെ കത്തിക്ക് മൂർച്ചം കുറവായിട്ടേ, എൻ്റെ കത്തിക്ക് തീരെ മൂർച്ചല്ല. ആദ്യമൊക്കെ ഒന്ന് ഈ പറഞ്ഞ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് ക്ലിയർ ആക്കണമെന്ന്. പലവട്ടം ഇറച്ചി ചതയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉഷാറാവും എന്നുള്ളത് കേട്ടോ. നിങ്ങൾ ആ സ്പോട്ടിൽ വരാഞ്ഞത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരെയാണ്. കാരണം അപ്പൊ പിന്നെ ഞങ്ങള് നന്നാക്കിയെടുത്ത പലകൊക്കെ കാണണം. മുട്ടയൊക്കെ കാണാം. അതിന് മുട്ടയൊക്കെ ഒരു ഭാഗം ഞാൻ വെട്ടി നാസാക്കി. അടുത്തതായിട്ട് വെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ്. നമ്മളുടെ മസാല പാകത്തിന് നമ്മുടെ മസാല ഫുള്ളായിട്ട് കയറ്റി പിടിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാല്ലേ. മസാല കുറച്ച് വെള്ളം ഒഴിച്ചോളാം. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് നമ്മളുടെ ബ്രോയിലറല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം, അത്യാവശ്യം ടൈം കുക്ക് ചെയ്യും വേണം. അത് നല്ല വേവ് കിട്ടുള്ളൂ. പിന്നെ ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറച്ചിയൊന്നും വല്ലാതെ തിന്നാൻ കിട്ടുമൊന്നുമില്ല, എന്തേക്കാളും കൂടുതൽ. പക്ഷെ കിട്ടുന്ന ഇറച്ചി അതൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് മതി. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളെ കുട്ടനാണ് തിളക്കണതില്. കുട്ടന് ചട്ടിയിലായി. അതിനെ അറക്കാനാരാ? കാക്ക അറുത്താന്ന്. ഇവക്ക് പിടിച്ചാൻ വെച്ച അവക്ക് പേടി, സങ്കടം. എന്നാണ് ഇച്ചൊരു ചുള, ഒരു ചുള മതി, മൊത്തം മതി. ആണ്ടേ മൂപ്പര് ഇങ്ങോട്ട് വന്നു. നല്ല മണം, നല്ല തലയും സംഗതി ഉഷാറായിട്ടുണ്ട്. പക്ഷെ കറിവേപ്പിൻ്റെ സ്മെല്ലൊന്നും വരണമെങ്കിൽ ഇടണം. അതാണായോ? ഇട്ടതാണ്. ഇനി അതിൻ്റെ കൂടെ സ്മെല്ല് വരുമ്പോഴേ അടിപൊളിയാവും. കുറച്ചേക്കാം.
അതായത് കുരുമുളകും നമ്മൾ ഇട്ടിട്ടില്ല, പിന്നെ ഇനി കുറച്ച് ചിക്കൻ മസാല അതും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇടുന്നുണ്ട്. കുരുമുളക് ഇട്ടാലേ അരിമുളക് തിന്നില്ല. ഓവർ മുളകോ എരി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാൻ വേണ്ടിയിരിക്കാൻ ചിക്കൻ. ഇത് ഇനി വെള്ളം പറ്റണ്ടേ, ഭയങ്കര ഉറച്ച ഇറച്ചിയാവും. നല്ല ചൂടായി കയറിപ്പട ഇറക്കി വെച്ചിട്ടുള്ളൂ. കറി ഉണ്ടല്ലേ അത്യാവശ്യം? ഇതൊക്കെ എന്താ ചോറുണ്ടാക്കി? തേങ്ങാച്ചോറ് കുറച്ച് വേറി എന്നോട് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ സമയം എന്താ പറയുന്നത് 3 മണിയായി, ചോറിന്നിട്ടില്ലേ നേരം വരെ. അരിമുളക് കൊണ്ടുവരാൻ നേരമായി. തിന്നാൻ പാകാ? അമ്മ കഴിച്ചു. അമ്മ പക്ഷേ ചിക്കൻ കൂട്ടാതെയാണ് കഴിച്ചത്. ഞാൻ 2 പപ്പടം കൂടി പൊരിച്ചിട്ട് നമുക്ക് എന്നാൽ പപ്പ ചോറും കൊണ്ട് വരും. ടേസ്റ്റിംഗ് ടൈം ആയിട്ടാ. നമ്മൾ ഈ ചിക്കൻ്റെ മേലുള്ള തൊലി നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവരുടെയൊക്കെ നാട്ടിൽ തൊലി ഇവർ ഉപയോഗിക്കുക, നമ്മൾ എടുക്കില്ലല്ലോ. പക്ഷേ നാടൻ കോഴി വെക്കുമ്പോൾ ഇങ്ങനെയാണ് പോലെ തൊലി നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. സ്മെല്ലൊക്കെ വേണം, സ്മെല്ല് മാത്രമേ ഉള്ളൂ ഞാനല്ലേ. ചൂടാണ്, ഒന്ന് ചൂട് കറക്റ്റ്. കൊള്ളാട്ടോ സംഭവം. പാകം പറയാം, കുറച്ചും കൂടി ഇടാവും നമുക്ക് ഉണങ്ങി. പക്ഷേ ഇത് ആര്യനെ കൊടുത്തിട്ട് അപ്പം ഞങ്ങൾ ചോറിനാണ് ഇതിലെ കുറച്ച് ദിവസം മണ്ടിപ്പാഞ്ഞ് കളിച്ചാൽ പോയി അരിഞ്ഞൊരു പോയി. ചില ആളുകൾക്ക് അങ്ങനെ കോർത്ത് കഴിക്കാനോ അല്ലെങ്കിൽ അതിനെ അറക്കാനൊന്നും കഴിയില്ല. ഞാനൊരു ഇതായിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എനിക്ക് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കാണ്. ഇപ്പോൾ സമയം ഇപ്പം തന്നെ 3 മണിയായി. ഇന്ന് വിടാനുള്ള വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ളത് വരെ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ആര് വരാനായിട്ടുണ്ട്, അതിനൊക്കെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.